ശരിക്കും ഞാൻ വീണപ്പോൾ ഞാനില്ലാന്ന് വിചാരിച്ചു, തീർന്നു ഞാൻ വിചാരിച്ചു. ദൈവം സഹായിച്ചാന്ന് സംഭവിച്ചില്ല. ഉറപ്പായിട്ടും. കാരണം അവിടെ നിന്ന് ആന ഒറ്റ ചാടത്തിന് ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇവിടെ എത്തി. ഞാനിവിടെ നിൽക്കുന്നു, ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആന അവിടെ നിന്ന് ബോള് വരും പോലെ ഇവിടത്തേക്ക് പന്ത് വരും പോലെ ഞാൻ ഇങ്ങനെ നിന്ന പോലെ തന്നെ ഒരൊറ്റ മറിച്ചല്. പക്ഷെ ഇവിടെ വീണില്ല. ഇവിടെ വീഴാണ് ഞാൻ അവിടെ പോയി വീണു. വീണപ്പോ പിന്നെ ആന കാണുന്നില്ല തന്നെ. അപ്പൊ ആന വിചാരിച്ചു ഞാൻ അകത്തേക്ക് ഷെഡിൽ കയറി. അതാണ് ആന ഷെഡിലോട്ട് കയറി. ഇവിടെ എത്തി ഒരു 2-3 വൈരം കൊടുത്ത് നേരെ ഇതും പൊളിച്ചിട്ട് അന്നത്തിന് ഇവിടെ തീ കയറി മൊത്തത്തിൽ ചിഹ്നം വിളിച്ചു. മറ്റുള്ള ജില്ലകളിലെ പിന്നെ എല്ലാം കുറെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ കണ്ണൂർ ജില്ലയിലെ ഈ ആള ഫാം എന്ന് പറയുന്ന ഒരു സെറ്റിൽമെന്റ് ഏരിയ, അത് മാത്രം ഇങ്ങനെ കാടും പിടിച്ച് വീടും ഇല്ലാണ്ട്, വീടായത് കാടും പിടിച്ച് കിടക്കുന്നു. എന്നാ ഉള്ളവർക്കാണെങ്കിൽ വീടും ഇല്ല. അന്നേരത്തിന് ഞാൻ പറഞ്ഞു പിന്നെ പിള്ളേരെ പോയി മേലെ പോയി വിളിച്ച് എണിപ്പിക്കട്ടെ. അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ എത്തുമ്പോഴത്തേന് ആന ഇവിടെ ചവിട്ടി പിടിച്ചു നിൽക്കുന്നത്. ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേന് ആനന്റെ കൈ രണ്ടും. ഇതിപ്പം മൃഗങ്ങൾക്കും ജീവിക്കണം, നമുക്കും ജീവിക്കണം. അവരെ കുറ്റം പറയാൻ പറ്റൂല. അവർക്ക് അവരെ ഇങ്ങനെ മതിച്ചു നടന്ന കാടാണിത്. അവിടെ ഇപ്പം ഒരുപറ്റം ജനങ്ങൾ വന്നു, അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ. അതൊക്കെയാണ് അവരുടെ ആ ഒരു ഇത്. അവർ നമ്മളോട് ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു. ആ സമയത്തിന് ഈ പെണ്ണുങ്ങൾ പറഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടില്ല. ആന അവിടുന്ന് ഒരു കാർച്ചും കാറി ഒരൊറ്റ വരുത്ത അങ്ങോട്ട് ഇവിടുന്ന്. അത് ഇത് അടിച്ചു പൊളിക്കുമ്പോഴത്തേന് അടുപ്പിൽ തീ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങൂല്ലേ ഷെഡിൽ കിടക്കുന്ന കൊണ്ട്. ഈ മതില് വന്നതോടുകൂടി ഞങ്ങൾക്ക് കുറെ ഒരു സമാധാനം ഉള്ളതാണ്. ഞങ്ങൾക്ക് സമാധാനം ആയെങ്കിലും ആർക്ക് സമാധാനമില്ല. കാരണം ആനക്ക് പെട്ടെന്ന് അങ്ങോട്ട് കടക്കാനാവുന്നില്ല. നമ്മൾ ഓടിക്കുമ്പോ സാധാരണഗതിയിലാണെങ്കിൽ നമ്മൾ ഒച്ച എടുക്കുമ്പോ അത് നേരെ ഓടിപ്പോയിട്ട് അങ്ങോട്ടങ്ങ് ചാടി ക്രോസ് ചെയ്ത് പോകും. ഇപ്പൊ അതിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ തന്നെ കിടന്ന് കറങ്ങാണ്. പോകാൻ പറ്റാത്തതിന്റെ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കയറി വന്നത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആർളം ഫാമിലാണ്. ആർളം ഫാമിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം ആർളം ഫാമിലെ സ്ഥിതികളും അവിടുത്തെ വന്യമൃഗ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആനയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. വലിയ തോതിൽ ആനപ്രശ്നം, കാട്ടാനശല്യം ഉള്ള ഒരു പ്രദേശമാണ് ആർളം ഫാം എന്ന് പറയുന്നത്. ഈ ഒരു കൂടുതലും ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയാസും അതുപോലെ തന്നെ ആർളത്തിൻ്റെ തന്നെ ഫാം പ്രദേശങ്ങളൊക്കെയാണുള്ളത്. ഏതായാലും നിരവധി എപ്പിസോഡുകൾ നമ്മൾ കാട്ടാന ആക്രമണത്തെക്കുറിച്ചും ഈ പ്രദേശത്തെ കൃഷിനാശത്തെക്കുറിച്ചും ആളുകളെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ വിഷയങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വ്യാഴാഴ്ചയാണ്, ഇന്ന് രാവിലെ ഈ പ്രദേശത്ത് കാട്ടാന ഇറങ്ങി ഒരു വീട് തകർക്കുകയും അതുമാത്രമല്ല കാട്ടാന ഒരു ഗർഭിണിയെ ഓടിക്കുകയൊക്കെ ചെയ്തു. മാത്രമല്ല അവരുടെ ഷെഡും കാര്യങ്ങളൊക്കെ തകർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ പരിക്കുണ്ടെന്നൊക്കെയാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത്. അതായാലിപ്പോൾ ഞാൻ ആ പ്രദേശത്തോളാണുള്ളത്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ കാണുന്നതാണ് ആനമതിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഈ ആനമതിലിൻ്റെ പണി ഏകദേശം ഇപ്പോൾ ഒരു 4.5 കിലോമീറ്റർ പൂർത്തിയായിട്ടുണ്ട്. മൊത്തം 10 കിലോമീറ്ററാണ് ഇവർ ഈ ഒരു ആനമതിൽ പണിയാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ ഇതിനിടയിൽ വെച്ച് ഈ കരാറുകാരൻ ഈ ഒരു ആനമതിലിൻ്റെ പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു സംഭവം നടന്ന പ്രദേശമാണുള്ളത്. നമുക്ക് ഈ ഒരു പ്രദേശം നിങ്ങൾക്ക് കാണാം. ഈ ഇവരുടെ വീടാണ് തകർത്തത്. അതിലുള്ള വീട്ടിലുള്ള ആളുകൾക്കൊക്കെ പരിക്കുമുണ്ട്. ഇവിടെയൊക്കെ നിരവധി വീടുകളുള്ള സ്ഥലമാട്ടോ. എല്ലാവരും ചിലർക്ക് വീട് കിട്ടിയിട്ടുണ്ട്, വീട് കിട്ടാത്തവരിങ്ങനെ ഷെഡ് വെച്ച് ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ അവരെ ഇങ്ങനെ ഷെഡ് വെച്ച് താമസിച്ച ഒരു കൂട്ടരുടെ വീടാണ് ഇപ്പോൾ ആന തകർത്തേക്കുന്നത്. ഏതായാലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. നിരവധി വീടുകൾ നമുക്കിവിടെ കാണാം കേട്ടോ. ഒത്തിരി വീടുകളുണ്ട്. ചില വീടുകൾ ആളുകൾ സ്വന്തം പണിത വീടുകളുണ്ട്, അതുപോലെ തന്നെ സർക്കാർ വെച്ചു കൊടുത്തിരിക്കുന്ന വീടുകളുണ്ട്. അങ്ങനെ ഒത്തിരി 3500 ഫാമിലീസ് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. നമ്മളിതൊക്കെ പല എപ്പിസോഡുകളിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ 10,900 കുടുംബങ്ങളെ താമസിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഈ ആനപ്രശ്നം കാരണം ഈ ഒരു പ്രദേശമൊക്കെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വലിയ ദുരന്തം തന്നെ, അല്ലെങ്കിൽ വലിയ ദുരിതം നേരിടുന്ന ആളുകൾ തന്നെയാണ് ഈ പ്രദേശത്തുള്ളത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കിവിടെ നേരിട്ട് ചോദിച്ച് അന്വേഷിക്കാം കേട്ടോ.
നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെയായിരുന്നു ആ ഒരു ഷെഡ് ഉണ്ടായിരുന്നത്. വീടിനോട് ചേർന്ന ഷെഡാണ്. ഇവിടെയാണ് ആന തകർത്തത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് നാരായണൻ. ഇത് ഇന്ന് രാവിലെ സംഭവം നടന്നേ? ആ ഇന്ന് രാവിലെ അല്ലേ? ഇന്ന് രാവിലെ പെണ്ണുങ്ങള് പുറത്ത് ഇറങ്ങി കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് തൊഴിലുറപ്പിന്റെ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചോണ്ട് ഇറങ്ങിയതാ. ഞങ്ങൾ കിടക്കുന്ന സ്ഥലം അവിടെയാണ്. ഇവിടെ കിടക്കുന്നത്? ആ ഞങ്ങളെല്ലാരും പലകിന്റെ മുകളിൽ. അവിടെ മുകളില് പിന്നെ കുട്ടികളും എല്ലാരും കൂടെ അവിടെ കിടക്കും. അന്നേരത്തിന് മെഞ്ഞാന്ന് ഒരു ആന വന്നിട്ട് പിന്നെ ഒരു ശല്യമില്ലാതെ അത് അങ്ങ് പോയി. കൊമ്പന ഇത് മോയനാ ഇതിലൂടെ കയറി വന്നേ. പെണ്ണുങ്ങൾ എന്നോട് വിളിച്ച് പറഞ്ഞ അല്ലല്ല അപ്പുറത്തോടെ ഈ മരത്തിന്റെ ചൂട് വഴി കൂടെ ഇങ്ങനെ ഇറങ്ങി. ആന ഒന്ന് മതിലിന്റെ അപ്പുറത്തുകൂടി പോയി, ഒന്ന് ഇതിലൂടെ ഇങ്ങനെ കയറി വന്ന് ഇവരുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങി. ഇവിടെ ഇതിന്റെ അകത്ത് തന്നെയുള്ള ആനയാ? പുറത്തൊന്നും വരുന്നില്ല. ഇതിന്റെ അകത്തുള്ള ആന എന്നാ പറയുന്നത്. 13 പോലും ആന ഉണ്ടായിരുന്നു കൊണ്ടിരുന്നേ എന്നാ പറയുന്നത്. ഒരു 6:30 ആയി. നേരം വെളുത്തു നന്നായിട്ട്. നേരെല്ലാം വെളുത്ത് എല്ലാവരും എണിക്കാനൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പകുതി പേര് മാത്രമേ എണിക്കാതെ ഇരിക്കുന്നുള്ളൂ. ആ സമയത്തിന് ഈ പെണ്ണുങ്ങൾ പറഞ്ഞ് ഇവിടേക്ക് എത്തിയിട്ടില്ല. ആന അവിടുന്ന് ഒരു കാർച്ചും കാറി ഒരൊറ്റ വരുത്ത അങ്ങോട്ട് ഇവിടുന്ന്. അത് ഇത് അടിച്ചു പൊളിക്കുമ്പോഴത്തേന് അടുപ്പിൽ തീ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങൂലേ, ഷെഡിൽ കിടക്കുന്ന കൊണ്ട് ഉറക്കം കുറവാ. രാവിലെ ഒരു 5 മണിയോ 5:30 ഒക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഇച്ചിരി കിടക്കും. അതുവരെ ഞാൻ നോക്കിയിരിക്കുള്ളൂ. ആനയും പിന്നെ പന്നിന്റെ ശല്യക്കേട് അത് അതിനെ പോലെ തന്നെ. അത് നടന്നൊന്നും ബാക്കി ഉണ്ടാവില്ല. അല്ലെങ്കിൽ വീടിന്റെ സൈഡിക്ക് എൻ്റെ 3 ആട്ടുകുഞ്ഞുങ്ങളെയാണ് പ്രസവം കഴിഞ്ഞതിന് ശേഷം കടിച്ചെടുത്തോണ്ട് പോയ ആന. അല്ല പന്നി. ആട്ടുകുഞ്ഞുങ്ങളെ 2 എണ്ണത്തിനെ കൊണ്ടുപോയി. അപ്പുറത്തുനിന്ന് ചേച്ചിന്റെ എല്ലാം ഒന്നിനും കടിച്ചെടുത്തോട്ട് പോയി. ഉറക്കം വെച്ചിരിക്കുക. അന്നേരത്തിന് ഇത് കേൾക്കുന്നത് അന്നേരത്തിന് ഞാൻ പറഞ്ഞു പിന്നെ പിള്ളേരെ പോയി മേലെ പോയി വിളിച്ച് എണിപ്പിക്കട്ടെ. അത് കഴിഞ്ഞാൽ ഞാനിവിടെ എത്തിയിട്ടില്ല. ഇവിടെ എത്തുമ്പോഴത്തേന് ആന ഇവിടെ ചവിട്ടി പിടിച്ച് നിൽക്കുന്നത്. ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേന് ആനന്റെ കൈ രണ്ടും ആന ഇവിടെ ഒരൊറ്റ നിപ്പ്. അതായത് ചേട്ടൻ ആ സമയത്ത് ഇതിന്റെ അകത്തുണ്ടായിരുന്നു? ഞങ്ങളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എവിടെയും ഓടിച്ചില്ല, ഞങ്ങളാരും ഓടിച്ചില്ല. അവിടെ എവിടെയെല്ലാം പറ്റി നിന്ന് ആന. അന്നേരത്തിന് ഇവിടെ തീ കയറി തുണിയും കത്താൻ തുടങ്ങി. സീറ്റ് മേലെ തീയും പിടിച്ചു. ഇത് പിടിക്കുമ്പോ പൊളിഞ്ഞ പാട് അടുപ്പിലേക്ക് സീറ്റ് അടക്കം വീണു. അന്നേരത്തിന് തീ പിടിച്ചു. താർപ്പായ്ക്ക് തീ പിടിച്ചിട്ട് ആന മൊത്തത്തിൽ പുകയായി. അങ്ങനെ ഓടി അങ്ങോട്ട് കയറി അപ്പുറത്തെ വീട്ടിലേക്ക് കയറി. അപ്പുറത്തെ വീട്ടിലേക്ക് കയറി ആടെ അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് കയറി ഇങ്ങനെ കൈ കൊണ്ടെല്ലാം തപ്പി. ഇതൊക്കെ അങ്ങനെ ചേട്ടൻ എത്ര വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങള് സ്ഥലം കിട്ടിയിട്ടില്ല. ആദ്യം കയ്യേറ്റത്തിന് തന്നെ ഇടയുണ്ട്. 10 എനിക്ക് സ്ഥലം കിട്ടിയേ. അവിടുന്ന് സ്ഥലം മാറ്റം ചെയ്യതാ. അന്നത്തെ എന്റെ സ്ഥലം അങ്ങ് അപ്പുറമായിരുന്നു. 10 കാരണം ഞാൻ അവിടെ നിന്ന് എല്ലാം കൂടെ മാറി ഇവിടേക്ക് അപേക്ഷ കൊടുത്ത് അവിടെ സ്ഥലം കാണിച്ചു തന്നു കുറച്ചപ്പുറം, ഞങ്ങളുടെ മെമ്പറിന്റെ ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ മൂത്ത ചെക്കൻ്റെ പെണ്ണിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് ഇങ്ങനെ അവിടെ വന്ന് കിടക്കും. അവരുടെ വീട്ടിൽ വന്ന് കിടക്കും പിള്ളേരൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ പോയി കഞ്ഞെല്ലാം വെച്ച് കുടിച്ച് ഇങ്ങനെ ഇറങ്ങിയതേയില്ലു. അതും ഇതുപോലത്തെ ഷെഡ് അടിച്ച് നിരപ്പാക്കിയിട്ട് ആന. അന്ന് പിന്നെ എല്ലാവരും വന്നിട്ട് എന്നോട് പറഞ്ഞ് ആളെ ഷെഡ് വെച്ചിരിക്കണ്ട എന്നെല്ലാം പറഞ്ഞ്. പിന്നെ ഞാൻ ആളെ ഷെഡ് വെച്ചിട്ടില്ല, സ്ഥലം കിട്ടട്ടെ എന്ന്. അന്നത്തിന് ഈടെ വന്ന് ഇപ്പൊ പിള്ളേരെ കൊടുത്തിരിക്കും തൽക്കാലമായിട്ട്. ഇല്ല, ഞങ്ങള് എണിച്ചു. ഞാൻ ഉറങ്ങിയിട്ടില്ല, പെണ്ണുങ്ങളെ ആരും എണിച്ചിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം പിള്ളേരെല്ലാവരും കിടന്നുറങ്ങി. നല്ല ഉറക്കമായിരുന്നു ആ സമയത്തിന്. അന്നേരത്തിന് ഈ പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ് ആനയുണ്ട് പ്ലാവിന്റെ ചോട്ടിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞതേ ഇല്ലു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞതായില്ലു. എന്നാ ഞാൻ പിള്ളേരൊക്കെ ഇങ്ങനെ ഏണിപ്പിക്കാം, അത് വേറെ ഏതെങ്കിലും ആനയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. കഴിഞ്ഞ ശേഷം ആന ഇങ്ങ് എത്തി, ഓടിയെത്തി ഇവിടേക്ക്. ഇവിടെ എത്തി ഒരു 2-3 വൈരം കൊടുത്ത് നേരെ ഇതും പൊളിച്ചിട്ട്. അന്നേരത്തിന് ഇവിടെ തീ കയറി മൊത്തത്തിൽ 2 വട്ടം വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അങ്ങ് അപ്പുറം പോയിട്ട് അവരുടെ വീടിന്റെ മുമ്പിൽ. അപ്പൊ ഇത് പൊളിഞ്ഞു വീണപ്പോ എന്താ പറ്റിയ ശരിക്കും? നിങ്ങളുടെ മേത്തേക്കാണ് വീണേ? ചെക്കൻ്റെ
മോൻ്റെ വീട്ടിൽ ആ ചെക്കൻ്റെ ചെറിയ കൊച്ചിൻ്റെ അല്ലല്ല വലിയ ഇതിൻ്റെ അവൻ്റെ കൈയും അവിടെ നിന്ന് ഓടിച്ച് വീണ് മുറിഞ്ഞ് ഓഹോ കൈൻ്റെ മുട്ടും പൊട്ടി ഇവിടെ നെഞ്ചിന് ചെറിയ ചതവുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വേറെ ആർക്കാ പരിക്ക് പറ്റിയത്? വേറെ അങ്ങ് അപ്പുറം ഉണ്ട്. ആ വീട്ടിലെ ആർക്കാ? ആ വീട്ടിൽ രണ്ടാൾക്ക്. ആർക്കൊക്കെ പറ്റിയ? അതൊരു ഗർഭിണിയായ പെണ്ണിനും പിന്നെ അവരെ സ്ഥലമാണ് ഇത്. ഞങ്ങളിവിടെ താൽക്കാലികമായിട്ട് മാത്രമേ ഇരിക്കുന്നുള്ളൂ. പെണ്ണങ്ങ് മേലെ ഉണ്ട്, അവര് വന്നിട്ടുണ്ട് ആശുപത്രി. മോനാ വലിയ ആനയല്ലേ? വലിയ ആനയാ. ആന എന്ന് പറഞ്ഞാൽ ഒരു 1.5 ആനന്റെ വലിപ്പമുണ്ട്, ഏകരയുണ്ട് അതുപോലെ തന്നെ. വലിയ കാൽപ്പാടാ. ഇത്ര വലിയ ആനയാണ്. അവിടെയൊക്കെ ചവിട്ടിയിട്ടുണ്ട്. അവിടെ ചവിട്ടിയിട്ടുണ്ട്. ചവിട്ടുപാട് കാണാം കേട്ടോ. എന്നിട്ട് ആന ഇതിലിങ്ങനെ പോയെ, ഇതിലിങ്ങനെ പോയി അപ്പുറത്തെ വീട്ടിലേക്ക് കയറി. ഇതൊക്കെ ചവിട്ടി ചവിട്ടി പാടുകളാട്ടോ. ഇതിങ്ങനെ ഇത് കയറി നേരെ വീടിന്റെ അപ്പുറത്തെ ഷണ്ട് പൊളിച്ചു. അതും പൊളിച്ചു. അതും പൊളിച്ചിട്ട് അതിന്റെ ഇടവഴി കൂടെ അങ്ങോട്ട് പോകുന്നു. കാണിച്ച ഇതൊക്കെ ചവിട്ടി പോയതാട്ടോ. പാടൊക്കെ കാണാം. ഒക്കെ ചവിട്ടി കയറി പോയതാണ്. എന്നിട്ട് ഈ ഷെഡ് നേരത്തെ ഒരാള് പരിക്കേറ്റല്ലേ? തരണം ചെയ്തു. വലിയ അപകടം പറ്റാണ്ട് നമ്മള് രക്ഷപ്പെട്ടു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മള് പറഞ്ഞാൽ തന്നെയാണ് റിട്ടേൺ വീണ്ടും എല്ലാരോടും പറഞ്ഞോണ്ടിരിക്കുന്നത്. പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഷെഡ് കളഞ്ഞു. എനിക്ക് രാവിലെ എത്ര മണിയായപ്പോഴാണ്? രാവിലെ ഒരു 5:45 6 മണി. ആർക്കാ പരിക്ക് പറ്റിയ? പരിക്ക് എന്റെ ആങ്ങളെന്റെ വൈഫുണ്ട്. പിന്നെ അവിടെ ആങ്ങളെന്റെ വൈഫ് എനിക്ക് ആന അവരുടെ ഷെഡ് തകർത്തു. അവന്റെ ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് ഓടി ചെന്നത്. അപ്പോഴാണ് ആന എന്റെ നേരെ വന്നത്. ഞാൻ വീണിട്ട് അവിടെ അവിടെ വീണ് കൈ കാലിന് ചെറിയ 2 കാലിന്റെ മുട്ടിന് നല്ല പരിക്കുണ്ട്. കൈ മുട്ടി വീണു. അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് മൊത്തം തകർത്തായിരുന്നല്ലേ? അത് ഞാൻ അകത്തേക്ക് കയറി എന്നാണ് ആന വിചാരിച്ചത്. ഞാൻ താഴെ വീണ് കിടക്കുന്നത് ആന ഇവിടെ വീണേ? ഞാൻ എവിടെയാണ് വീണത്. അപ്പം ആന ഞാൻ നാളെ തറയിൽ വീണ് കിടക്കുന്നത് ആന കണ്ടില്ല. ആനയുടെ വിചാരം ഞാൻ അകത്തേക്ക് കയറി പോയി. അപ്പൊ അവിടെ അകത്തുനിന്ന് ഇതങ്ങോട്ട് തള്ളിയിട്ടു. പിള്ളേരത് എന്നിട്ട് പിന്നെ ആരാ എങ്ങനെ തന്നെ പോവായിരുന്നു? അതോ ആരും ഓടിച്ചാ? ഞങ്ങൾ ഓടിച്ചു. ഞങ്ങൾ സാധാരണ തന്നെ ഓടിക്കലാണ്. ഞങ്ങൾ ഓടിക്കും. പിന്നെ രക്ഷയില്ലാതിരിക്കുമ്പോൾ നമ്മളെ സ്റ്റാഫുകളുണ്ട്. ഫോറസ്റ്റ് അടുത്താണ്. വിളിച്ച് പറയും, അവർ വരും, ഓടിക്കും, ഞങ്ങൾ ഓടിക്കും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അവരുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് ഉണ്ടായിരുന്നു. അവരെ സംഭവ സ്ഥലത്ത് ഇവിടെ വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങൾ ഡോക്ടറൊക്കെ കണ്ടു വന്നു. ചേച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ലീന. പിന്നെ പരിക്ക് പറ്റിയ ആളുടെ പരിക്കിന്റെ അവസ്ഥ എന്താണ്? ഒരാൾക്ക് തലയ്ക്ക് സ്വിച്ചുണ്ടല്ലേ? ആങ്ങളെൻ്റെ വൈഫിന് ഒരു 3 സ്വിച്ചുണ്ട് തലയിലല്ലേ? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ല. അവള് എങ്ങോട്ടാ? കണ്ണൂരാണ്ടേ? കണ്ണൂരാണ്. ഗർഭിണിയാണ്. 4 മാസമായി. അതെ അതെ അതെ. അപ്പം സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അവർ കണ്ണൂർ പോയിരിക്കുകയാണ്. സ്കാനിങ് കഴിഞ്ഞു. ഒന്നും കൂടി ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. തിരിച്ചിങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞത്. വരായിരിക്കും എന്തായാലും. അഡ്മിറ്റാണ്ടി വരൂലെന്ന് പറഞ്ഞല്ലേ? ഞങ്ങൾ വരവര് കാണിച്ചായിരുന്നു. അപ്പം പറഞ്ഞു ഒന്നുമില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലേ? കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല. നമുക്ക് അപകടത്തിന് നമ്മൾ തരണം ചെയ്തു. എന്തായാലും ഇത് കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടെ തന്നെ എടുക്കാൻ വന്നത്. ഈ വീട്ടിൽ ഇവിടെ തന്നെയല്ല കഴിഞ്ഞ വർഷവും സംഭവിച്ചത്? കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ട് പിന്നെ അല്ലല്ല, കഴിഞ്ഞ വർഷം ഇവിടെ അല്ലല്ലോ. ഈ വർഷം ഈ വീടും ആ വീടും കണ്ടല്ലായിരുന്നോ? ആ വീട് ആ വീടായിരുന്നല്ലേ? തൊട്ടടുത്തുള്ള വീട്.
അവിടെ അവരുടെ പറമ്പിൽ കൂടിയാണ്. അത് ഏകദേശം ഈ ജൂൺ മാസത്തിൽ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം അങ്ങനെ തന്നെ, മഴക്കാലത്തല്ലായിരുന്നു. അതെ 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 അതെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു സ്ഥിര സംഭവമായി മാറുന്നുണ്ടല്ലേ? അതെ അതെ അതെ, ഉറപ്പായിട്ടും. ഞങ്ങള് ഈ മതിൽ വന്നതോടുകൂടി ഞങ്ങൾക്ക് കുറെ ഒരു സമാധാനം ഉള്ളതാണ്. ഞങ്ങൾക്ക് സമാധാനം ആയെങ്കിലും ആർക്ക് സമാധാനമില്ല. കാരണം ആനയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് കടക്കാനാവുന്നില്ല. നമ്മൾ ഓടിക്കുമ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ നമ്മൾ ഒച്ച എടുക്കുമ്പോൾ അത് നേരെ ഓടിപ്പോയിട്ട് അങ്ങോട്ടങ്ങ് ചാടി ക്രോസ് ചെയ്ത് പോകും. ഇപ്പൊ അതിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ തന്നെ കിടന്ന് കറങ്ങാണ്. പോകാൻ പറ്റാത്തതിന്റെ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കയറി വന്നത്. അതായത് ആനയെ മൊത്തത്തിൽ ഇതിനകത്ത് തുരത്താതെ രക്ഷയില്ല. രക്ഷ ഇല്ല ഇല്ല എനിക്ക് തോന്നുന്നത്. പിന്നെ ഫോറസ്റ്റ് ഇത് അപ്പുറത്ത് ഫോറസ്റ്റ് ഇത് ഫാമും എല്ലാം അടുത്തടുത്താണ്. ഇതിപ്പം മൃഗങ്ങൾക്കും ജീവിക്കണം, നമുക്കും ജീവിക്കണം. അവരെ കുറ്റം പറയാൻ പറ്റൂല. അവർക്ക് അവരെ ഇങ്ങനെ മതിച്ച് നടന്ന കാടാണിത്. അവിടെ ഇപ്പം ഒരുപറ്റം ജനങ്ങൾ വന്നു, അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ. അതൊക്കെയാണ് അവരുടെ ആ ഒരു ഇത്. അവർ നമ്മളോട് ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു, തീർക്കുന്നു. ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്താ പറയാ, ശരിക്കും ഞാൻ പെട്ടു എന്നാണ് ഞാൻ ഇന്നലെ വിചാരിച്ചത്. ശരിക്കും ഞാൻ വീണപ്പോൾ ഞാനില്ലാന്ന് വിചാരിച്ചു, തീർന്നു ഞാൻ വിചാരിച്ചു. ദൈവം സഹായിച്ചാന്ന് സംഭവിച്ചു ഉറപ്പായിട്ടും. കാരണം അവിടെ നിന്ന് ആന ഒറ്റ ചാടത്തിന് ഇവിടെ വന്നു. ഇവിടെ നിന്ന് ഇവിടെ എത്തി. ഞാനിവിടെ നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആന അവിടുന്ന് ബോൾ വരും പോലെ ഇവിടത്തേക്ക് പന്ത് വരും പോലെ ഞാൻ ഇങ്ങനെ നിന്ന പോലെ തന്നെ ഒരൊറ്റ മറിച്ചില്. പക്ഷെ ഇവിടെ വീണില്ല. ഇവിടെ വീഴാണ് ഞാൻ അവിടെ പോയി വീണപ്പോ പിന്നെ ആന കാണുന്നില്ല തന്നെ. അപ്പൊ ആന വിചാരിച്ചു ഞാൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ചതാണ്. ഇതിപ്പോ രണ്ടാമത് പിന്നെ വീണ്ടും പിടിപ്പിച്ചായിരിക്കും. വീണ്ടും ഇത് തൂണ് ഇത് കുട്ടികളെ വെട്ടിക്കൊടുത്തായതല്ലേ. ഇത് മൊത്തം പോയായിരുന്നു. വേറെ ആരും വെട്ടിത്തരാൻ. അതെ അതെ, അപ്പൊ നമ്മള് തന്നെ ചെയ്തു. ഇത് മൊത്തം താർത്താട്ടോ. പിന്നെ ഇപ്പോ മഴ വരുമല്ലോ. അപ്പൊ ഈ മഴയത്തൊക്കെ നിങ്ങള് അപ്പൊ ഈ ഷെഡിലാണ് താമസിക്കാൻ പോകുന്നല്ലേ? ഏതായാലും 10-22 വർഷമായി ഇവിടെ കേറിയിട്ട് ഞങ്ങള് ഇങ്ങനെ തന്നെ താമസിക്കുന്നത്. ഇവിടെ തന്നെ താമസിക്കുന്നത് 22 വർഷമായിട്ട്. ഞങ്ങള് പട്ടായം ഇവിടെ കൈവച്ച രേഖ എന്ന് പറയുന്നത് പട്ടായം. ഈ പട്ടായം കിട്ടുന്നതിന് 2 വർഷം മുമ്പ് ഞങ്ങളിവിടെ കയറി താമസിക്കുന്നത്. 22 വർഷമായിട്ട് ഇവര് ഷെഡിലാട്ടോ താമസിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടുത്തെ ആളുകളുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ആട്ടോ. ഈ ചെറിയ പിള്ളേരടക്കമുണ്ട്. പിള്ളേരാണല്ലേ, ചെറിയ പിള്ളേരല്ലേ. മറ്റുള്ള ജില്ലകളിലെ പിന്നെ എല്ലാം കുറെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ കണ്ണൂർ ജില്ലയിലെ ഈ ആല ഫാം എന്ന് പറയുന്ന ഒരു എന്താ പറയാ സെറ്റിൽമെന്റ് ഏരിയ, അത് മാത്രം ഇങ്ങനെ കാടും പിടിച്ച് വീടും ഇല്ലാണ്ട്, വീടായത് കാടും പിടിച്ച് കിടക്കുന്നു. എന്നാ ഉള്ളവർക്കാണെങ്കിൽ വീടും ഇല്ല. നിങ്ങൾക്ക് ശരിക്കും വീടുണ്ടോ? വീട് കിട്ടിയതാണ്. അങ്ങ് 7-ല് അവിടെ നിക്കാൻ അവിടെ ഇതിലും കഷ്ടമായതുകൊണ്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുട്ടികള് ഇവിടെ ഇപ്പൊ ഇങ്ങനെ വന്ന് ഷെഡ് വെച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 10-20 വർഷം ഇവിടെ തന്നെ. അപ്പൊ ആ വീട് അത്രയും വർഷമായിട്ട് അവിടെ കിടക്കുക? ഇല്ല, വീട് ഞങ്ങളവിടെ വെച്ചില്ല. അവിടെ വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലായിരുന്നു. അവിടെ ഈ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് അവിടെ പാസ്സായതായിരുന്നു. അവിടെ പാസ്സായത്. അപ്പൊ ഞങ്ങള് പട്ടായം ഇങ്ങനെ തിരിച്ച് ഞങ്ങള് വേണ്ട. അത് 7-ലായിരുന്നു അല്ലേ? അങ്ങനെ 7 പറയാൻ മറ്റേ വയനാടൻ ആ സ്ഥലത്തല്ലേ? ഓഹോ, അതിന്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് നമ്മള് ചേച്ചി നിങ്ങളൊക്കെ ശരിക്കും വയനാട്ടിൽ നിന്ന് വന്നവരാ? അല്ലല്ല, ഞങ്ങൾ ചെട്ടിയാമ്പറമ്പായിരുന്നു താമസം. ഞങ്ങൾ തുരുത്തേൽ ഇവിടെ പുഴ സൈഡിലായിരുന്നു താമസം അല്ലേ? അതിന്റെ തലമുറ ഈ ഫാമിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഫാം. എന്നിട്ട് അവിടുന്ന് എല്ലാം കൂടി ഞങ്ങൾ പോയി. ഞങ്ങൾ ഇവിടെ പുഴയുടെ സൈഡിൽ താമസിച്ചു. ചെട്ടിയാമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറി. അവിടെ പിന്നെ അച്ഛനും അമ്മാവനും ആണ് സ്ഥലം ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് എല്ലാവർക്കും കൂടി വീട് വെച്ച് നമ്മളവിടെ താമസമായി. പിന്നെയാണ് ഈ ഫാം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് ഇങ്ങോട്ട് പോകുന്നതല്ലേ? പോന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം തോന്നുന്നു പോകണ്ടായിരുന്നു അല്ലേ? കുട്ടികൾക്ക് പേടി. അവർ പറയുകയാണ് ഈ ആനക്കാട്ടിലേക്ക് വരണ്ടായിരുന്നു. അത്
അവിടെ പിന്നെ സ്ഥലമില്ല, എല്ലാവർക്കും കൂടി വീട് വെച്ച് താമസിക്കാന്നേ ഉള്ളൂ. വേറെ മറ്റുള്ള ഇതൊന്നും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഏത് സമയം ഇവിടെ ആന നിങ്ങളെ ആക്രമിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ? ഉറപ്പായിട്ടും ഏത് സമയം നമ്മളെ ആന നമ്മളെ ആക്രമിക്കും. അതിൻ്റെ രീതിയിൽ തന്നെയാണ് നമ്മൾ. അപ്പോൾ ആ താഴത്തെ ചേട്ടൻ പറഞ്ഞ പുള്ളി ഉറങ്ങാതെ രാത്രി ഇരിക്കുവാന്ന് പറഞ്ഞേ. ഉറങ്ങും അവൻ അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓടും. കാരണം ഞാനിങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പോൾ എന്നെ വിളിക്കും. അതേ വിളിച്ചിട്ട് കേട്ടില്ലെങ്കിൽ അപ്പഴും അവൻ അങ്ങനെ ഓടി വരും. കുറച്ചൊക്കെ അടിച്ചിട്ട് ഇവര് ഷെഡിന് ചുറ്റും നോക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇച്ചിരി കുറച്ച് ഭാഗത്ത് വെട്ടം കാണുമല്ലോ, അടിച്ചിട്ട് ഞാൻ അകത്തുനിന്ന് ബൾബ് എടുത്ത് ഇതേലിട്ട് പൊക്കത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ വെട്ടത്തിൽ അങ്ങോട്ടൊക്കെ കാണും, ചുറ്റിനും കാണും. ഇതിപ്പോ നേരം വെളുത്തിട്ടാണോ അല്ലേ? ആ, നേരം വെളുത്തിട്ട് ഒരു 5:45-6 മണി നേരം വെളുത്തു. ആന ഇവിടെ നിന്ന് ഇറങ്ങി പോക്കും നേരം വെളുത്തു. എത്ര സമയം ഏകദേശം ആന ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു? ഒരു 10-15 മിനിറ്റിന്റെ മേലെ ഉണ്ടായിരുന്നു. അയ്യോ, 15 മിനിറ്റ് ഒന്നും പോരാ. പോരല്ലേ? ഒരു അരമണിക്കൂർ ഏകദേശം ഈ ഭാഗത്തുണ്ടായിരുന്നു. ആ പിന്നെ കാരണം അവരുടെ ഷെഡ് മൊത്തം വലിച്ചു പറിച്ച് അവിടെ തന്നെ നിന്നുമല്ലോ ഈ 1/4 മണിക്കൂർ. ഇവിടെ തന്നെ ഒറ്റ നിപ്പന്നെ കണ്ടപാട്. ഞാൻ അവരുടെ സൗണ്ട് കേട്ടിട്ട് ഞാൻ ഓടി ചെന്നതാ. ഇത് ആന എവിടെ നിൽക്കുന്നുള്ളത് ഞാൻ കാണുന്നില്ലല്ലോ. ആന അങ്ങോട്ട് ഓടി ചെന്നു. അപ്പൊ നോക്കും ആന എവിടെ നിൽക്കുന്നത്. അവിടെ ഞാൻ ബേക്കോട്ട് വന്നു. ആന ഓരോ ചുവടെ ഇങ്ങോട്ട് വെച്ചപ്പോ എനിക്ക് മനസ്സിലായി ആന എങ്ങോട്ടാണ് വരുന്നത്. അങ്ങനെ ഞാൻ മാറി മാറി പുറകിലോട്ട് വന്നതാ. വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞു ആനയെ പൊയ്ക്കോ എന്ന് പറഞ്ഞു. 3ാമത്തെ തവണ ഈ ആന ഒരൊറ്റ കാർച്ച, ഒറ്റ ചാട്ടം ഇവിടത്തേക്ക് ഇവിടം വരെ എത്തി. ശരിക്കും ഇല്ലാൻ തന്നെ വിചാരിച്ചതാ. പക്ഷെ എന്തോ ദൈവാധീനം കൊണ്ട് കൂടുതലും സംഭവിച്ചിട്ടില്ല. കാലിൻ്റെ മുട്ട് പരിക്ക്, അത്രയേ ഉള്ളൂ. ചെറിയ പരിക്കോട് കൂടി നമ്മൾ അവൻ പോലും മിണ്ടിയില്ല. പട്ടി പേടിച്ചു പോയി അല്ലേ? അവൻ പട്ടി പേടിച്ചു പോയി. അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുമ്പോഴേ ഓടി വരുന്നല്ലേ? ഓടി വന്നിട്ട് അവൻ എന്ത് ചെയ്യും, ആ എതിരെ വരുന്ന ആളെ പേടിക്കണ്ടേ? അവനും പേടിച്ചു. അച്ഛൻ പറയാ അവൻ പോലും മിണ്ടിയില്ല. അവൻ മിണ്ടിയിട്ടുണ്ടെങ്കിൽ അവന് വിടത്തില്ലായിരുന്നു. പട്ടികളെ ഈ ആനയ്ക്ക് എല്ലാത്തൊരു അച്ഛൻ വന്നല്ലേ ഇതാണ്. പട്ടിയും പേടിച്ചു പോയി കേട്ടോ. ആന വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ കുറയ്ക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് പുള്ളി കുറച്ചില്ല. ആനയെ കണ്ടു കഴിഞ്ഞപ്പോൾ പേടിയാണ് പുള്ളി പ്രകടിപ്പിക്കുന്നത്. പേടിച്ചു പോയോ? പേടിച്ചാ അതെയോ? ഇതുപോലെ തന്നെയാണ് കേട്ടോ ഈ ആർളം ഭാഗത്തെ എല്ലാ ആളുകളുടെയും ഒരവസ്ഥ എന്നൊക്കെ പറയുന്നത്. ദിവസവും എന്ന് പറയുന്ന പോലെ എന്താണ് സംഭവിക്കുന്നതെന്നും അല്ലെങ്കിൽ ആർക്കാണ് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ നോക്കിയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പേടിച്ച് വിറച്ചൊക്കെയാണ് ജീവിക്കുന്നത്. ഈ ഒരു വീട്ടിൽ ഇപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നമുക്കിവിടെ ഈ പോകുന്ന വഴിക്കൊക്കെ ആന ചവിട്ടിപ്പോയ പാടുകളും കാര്യങ്ങളൊക്കെ കാണാം. കാൽപ്പാടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഫാം ഈ ഒരു ഷെഡ് തകർത്തതിന് ശേഷമാണ് ആന നേരെ മുകളിലേക്ക് പോയത് കേട്ടോ. ഇവിടെ മൊത്തം തകർത്ത് ഈ ഒരു പലകയിലൊക്കെയാണ് ആ ചേട്ടൻ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അവരുടെ ഒരു അവസ്ഥയും കൂടെ നമ്മളത് ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ കണ്ടു പെട്ടെന്നൊരു മഴയൊക്കെ തുടങ്ങി. വലിയൊരു അവസ്ഥ തന്നെയാട്ടോ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇവർ ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടമാവും. ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീക്കാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത്. അത് മാത്രമല്ല മറ്റ് 2 പേർക്കും ഉണ്ട് ഇതേപോലെ പരിക്ക്. അവരുടെ ഷെഡൊക്കെ തകർത്ത് ശരിക്കും പറഞ്ഞാൽ തലനാരിയിരിക്കാണ് അവർ രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭീകരാവസ്ഥ ശരിക്കും മനസ്സിലാവും. ആ കാണുന്ന ഒരു ഷെഡിലാണ് ഇവർ ഇത്രയും കാലം താമസിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ തന്നെ എന്തൊരവസ്ഥയാണല്ലോ. കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്തൊരവസ്ഥ. അതിൻ്റെ കൂടെ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ പ്രശ്നമുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.